നമസ്കാരം. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ആചാരങ്ങൾക്ക് പകർപ്പവകാശം നേടാൻ ഒഡീഷ സർക്കാരിന്റെ നീക്കം. ക്ഷേത്ര ഭരണസമിതിയുമായി ചേർന്നാണ് ഇത് സംബന്ധിച്ച് സർക്കാർ ശ്രമം തുടങ്ങുന്നത്. കാനഡയിൽ കഴിഞ്ഞ ദിവസം ജഗന്നാഥ ക്ഷേത്ര ആചാരങ്ങളെ അനുസരിച്ച് സംഘടിപ്പിച്ച ഒരു രഥയാത്ര വലിയൊരു വിവാദമായി മാറി. ബംഗാളിൽ ജഗന്നാഥ ധാം എന്ന പേരിൽ പുതിയ ക്ഷേത്രം നിർമ്മിച്ചതിനെയും ഒഡീഷ സർക്കാർ വിമർശിച്ചു. ജഗന്നാഥ ധാം, മഹാപ്രസാദം, ശ്രീകോവിൽ എന്നിവയ്ക്ക് പകർപ്പവകാശം എടുക്കുന്നതിനാണ് ക്ഷേത്ര ഭരണസമിതി ശ്രമിക്കുന്നത്. കാനഡയിലെ ഒറാൻഡോയിൽ വിശ്വാസികൾ സംഘടിപ്പിച്ച രഥയാത്രയെ അപമാനിക്കാൻ നടന്ന ശ്രമം വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കി. കാനഡയിലുള്ള ജഗന്നാഥ വിശ്വാസികൾക്കായി ഇസ്ഗോണാണ് രഥയാത്ര നടത്തിയത്. യാത്രയ്ക്കെതിരെയുണ്ടായ നീക്കങ്ങളെ ഇന്ത്യ സർക്കാരും ഒഡീഷ സർക്കാരും വിമർശനം നടത്തിയിരുന്നു. ജനങ്ങൾക്കിടയിലുള്ള ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കാനഡ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതേസമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ അല്ലാതെ ജഗന്നാഥ ആചാരങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് പുരി ക്ഷേത്ര ഭരണസമിതി മേധാവി ഗജപതി മഹാരാജ് PTIയോട് പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ തിരുനഗരമായ ദിഗൽ ജഗന്നാഥ ധാം എന്ന പേരിൽ പുതിയ ക്ഷേത്രം ആരംഭിച്ചതിനെയും പുരി ക്ഷേത്ര സമിതി വിമർശിക്കുന്നുണ്ട്. ഏപ്രിൽ 30-ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. ഒഡീഷ സർക്കാരും പുരി ഗോവർദ്ധന പീഠം ശങ്കരാചാര്യ നിശ്ചലാനന്ദ സരസ്വതിയും ഇതിനെ വിമർശിച്ചു. ഇത്തരം ക്ഷേത്രങ്ങൾ പുരിയിലെ ആചാരങ്ങൾക്ക് അനുസൃതമല്ല എന്നാണ് വിമർശനം. ബംഗാളിൽ നിർമ്മിച്ച ജഗന്നാഥ ക്ഷേത്രത്തിൽ പുരിയിൽ നിന്നുള്ള പവിത്രമായ വെപ്പ് അതൊരു മരത്തടി ഉപയോഗിച്ചിരുന്നതായി പുരിയിലെ മുതിർന്ന പുരോഹിതനായ രാമകൃഷ്ണ ദാസ് മഹാപത്ര വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെയും പുരിയിലെ ക്ഷേത്ര സമിതി രംഗത്തെത്തി. ക്ഷേത്ര ഭരണസമിതിയിൽ നിന്ന് ദാസ് മഹാപത്രയെ പുറത്താക്കിയിരുന്നതും ഈ പരാമർശത്തിനിടയാക്കി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കെല്ലാം ഒരു പകർപ്പവകാശം കൊണ്ടുവരാൻ ഒരു നീക്കം നടത്താൻ സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. 2019 ഒഡീഷ സർക്കാർ പകർപ്പവകാശത്തിന് ശ്രമിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ചിത്രങ്ങൾ വ്യാപകമായി വ്യാപാര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനായിരുന്നു ഈ നീക്കം. വ്യാപാര സ്ഥാപനങ്ങളുടെ പരസ്യ ബോർഡുകളെല്ലാം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ ഇത് വിശ്വാസികൾക്കിടയിൽ കടുത്ത അതിർത്തി വളർത്തിയിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യക്തികളെ തടയുന്നതാണ് ഈ നീക്കമെന്നായിരുന്നു പ്രധാന വിമർശനം. ക്ഷേത്ര ആചാരങ്ങൾ നിയമത്തിന്റെയോ ബിസിനസിന്റെയോ പരിധിയിൽ കൊണ്ടുവരരുതെന്നും ആവശ്യമുയർന്നു. ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യൻ കോപ്പിറൈറ്റിന്റെ പരിധിയിൽ വരുമോ എന്നത് അഡ്വക്കേറ്റുമാരുടെ ഇടയിലും വലിയൊരു തർക്കമുണ്ട്. പെയിന്റിങ്ങുകൾ, ശില്പങ്ങൾ, ഡിസൈനുകൾ എന്നിവയ്ക്ക് പകർപ്പവകാശം ലഭ്യമല്ല എങ്കിലും മതപരമായ ചിഹ്നങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളെ ദുരുപയോഗം ചെയ്യാത്ത രീതിയിൽ വിശ്വാസികൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ചട്ടമാണ് സർക്കാർ ഉണ്ടാക്കേണ്ടതെന്നും നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.